Hello everyone, welcome back. അപ്പോൾ ഇന്ന് ഒരു ഡെക്കോ പീസ് ആയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഇത് വോൾ ഡെക്കോർ ആയിട്ട് യൂസ് ചെയ്യാൻ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം കൂടെയാണിത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയാം, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആസ് യു സീ ഇതുപോലത്തെ ഐസ്ക്രീം സ്റ്റിക്സ് വേണം, പിന്നെ ഇത് ബാംബൂ സ്റ്റിക്ക് വേണം, ഹോട്ട് ഗ്ലൂ. ഇപ്പോൾ ഈ ബാംബൂ സ്റ്റിക്ക് രണ്ടും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഓരോ ഐസ്ക്രീം സ്റ്റിക്സും ഹോട്ട് ഗ്ലൂ ആയിട്ട് ഞാൻ ഇതിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്ന് ഒട്ടിക്കുമ്പോഴും ഇതുപോലെ സ്പേസ് ഇട്ടിട്ടാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റിക്കിൻ്റെ ബാക്കി വന്ന ഈ എൻഡ് ഞാൻ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇതിലാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് 10-11 സ്റ്റിക്കോളം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത സംഭവങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണിത്. ഇത് ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേരും ലോഗോ ഒക്കെ വെച്ച് പോളറോയിഡ് പിക്ചർ പോലെ വരച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലാസ്റ്റ്. പിന്നെ ഇത് ഞാൻ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ ചെയ്ത പേപ്പർ ഞാൻ DIY പേപ്പർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് പെയിൻറ്റിൽ ചെയ്യാം. ഓക്കെ, ആൻഡ് അതിൽ തന്നെ ഞാൻ കുറച്ച് ട്രയാങ്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ട്രയാങ്കിൾസ് വേണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പിക്ചർ എടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിന് പകരം ഈ പിക്ചർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഫോട്ടോസ് ഒട്ടിക്കാമെന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോളറോയിഡ് പിക്ചേഴ്സൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈ 3 ട്രയാങ്കിൾസ് ഞാൻ ഒരു ത്രെഡിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ബേസിക് ഡെക്കറേഷൻ വർക്ക്സ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ബോർഡിൽ വെച്ചിട്ട് ഇതിൻ്റെ ത്രെഡ് ബാക്കിലോട്ടാക്കിയിട്ട് ഹോട്ടിൽ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എക്സസൈസ് നിന്ന ത്രെഡ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ നെക്സ്റ്റ് ഇനി ഇതുപോലത്തെ ഒരു ഡബിൾ സൈഡഡ് ടാപ്പ് ഉപയോഗിച്ച് ഫ്ലവേഴ്സ് രണ്ടും ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളല്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.